√12 + എക്സെട്ര. ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ റൂട്ടിൻ്റെ അകത്ത് സെയിം നമ്പറാണ് തന്നിട്ടുള്ളത്, 12. ഇനി ഈ 12ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. 12ൻ്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാറുണ്ടല്ലോ. ഇവിടെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടണം. അങ്ങനെ വരുന്ന ഫാക്ടേഴ്സാണ് എടുക്കേണ്ടത്. ഇവിടെ നോക്കൂ, നമുക്ക് ആദ്യം 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? 3 × 4 12 വരും. അതുപോലെ 2 × 6 1 × 12. ഇനി നമുക്കിവിടെ എന്താ നോക്കേണ്ടത്? അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ 12 കിട്ടണം. ഇതിലേതാ വരിക? 3 × 4. 3യും 4ഉം അടുത്തടുത്ത് വരുന്ന നമ്പറല്ലേ? അപ്പോൾ നമ്മൾ 3നെയും 4നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കിവിടെ രണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്, 3യും 4ഉം. അതിലേതോ ഒന്നാണ് ഇതിൻ്റെ ആൻസർ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ക്വസ്റ്റ്യനിലെ സൈൻ എന്താണ്? പ്ലസ് ആണ്, പോസിറ്റീവാണ്. √12 അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ പോസിറ്റീവാണ് ഉള്ളതെങ്കിൽ നമ്മൾ വലിയ സംഖ്യ എഴുതും. അതായത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ അടുത്തടുത്ത ഫാക്ടേഴ്സിലെ വലിയ സംഖ്യയായിരിക്കും ഉത്തരം. ഇനി അഥവാ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും? അടുത്തടുത്ത ഫാക്ടേഴ്സിലെ ചെറിയ സംഖ്യയായിരിക്കും ഉത്തരം. ഇവിടെ എന്താണ് ആൻസർ വരിക? ഇവിടെ ചിഹ്നം പോസിറ്റീവ് ആയതിനാൽ വലിയ സംഖ്യയായിരിക്കും. ഇതിലേതാ വലിയ സംഖ്യ? 4 ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 വരുന്നത്. ഇവിടെ നമുക്ക് ചോദ്യത്തിലെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ചെറിയ സംഖ്യ ആയിരിക്കും, അതായത് 3 ഇവിടുത്തെ ആൻസർ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റിൽ വരുന്ന √12 ആ പ്ലസിന് ശേഷം വരുന്ന നമ്പർ കണ്ടുപിടിക്കണം. അതായത് റൂട്ട് കളയണം. റൂട്ട് എങ്ങനെ കളയുക? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണം അല്ലേ? ഇവിടെ ഇപ്പോൾ √12 ആണ്. √12 എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ 12ന് ശേഷം വരുന്ന നമ്പർ നോക്കുക. 12ന് ശേഷം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 12ന് ശേഷം ഏതാ വരിക? 13, 14, 15, 16. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 4 × 4 അല്ലേ 16? അപ്പോൾ നമുക്കിവിടെ ആ 12നെ 16 എങ്ങനെയാക്കാം? എത്ര കൂട്ടിയാലാണ് 12നെ 16 ആക്കാൻ പറ്റുക? 12 + 4 16 കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഡാഷ് 12 പ്ലസ് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്ത് എന്ത് എഴുതാം? 4 എന്ന് എഴുതാലോ. 12 + 4 16. അപ്പോൾ എന്ത് വരും? √16 എന്ന് വരും. അതായത് 12 + 4 എന്ത് കിട്ടി? 16 കിട്ടി. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ √16 എന്താ വരിക? √16 4 വരും. അപ്പോൾ ഈ 4 എന്താണ്? ഈ 4. അപ്പോൾ √16 എന്താണ് വരിക? √16 4 വരുന്നത്. ഈ 4 അടുത്ത 12ൻ്റെ കൂടെയാണ് വരിക. അടുത്ത റൂട്ടിലല്ലേ അത് വരുന്നത്. അപ്പോൾ 12 + 4 വീണ്ടും വന്നു. അപ്പോൾ √16 എന്താ വരിക? 4. ഈ 4 വീണ്ടും 12ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? വീണ്ടും √16 എന്ന് വരും. √16നെ വീണ്ടും ചെയ്യുക. എന്ത് വരും? 4 എന്ന് വരും. വീണ്ടും 12 + 4 എത്ര വരും? വീണ്ടും √16 എന്ന് തന്നെ വരും. √16 എന്ത് വരും? 4 എന്ന് വരും. ഇങ്ങനെയൊന്നും വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 4 എന്ന് കിട്ടി. ഇവിടെ ചിഹ്നം നെഗറ്റീവാണ് വരുന്നതെങ്കിൽ 12ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കണം. അതേതാണ്? 9 12ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 9 ആകാൻ 12ൽ നിന്ന് എത്ര കുറക്കണം? 12ൽ നിന്ന് 3 കുറച്ചാൽ 9 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും?
ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ 3 ആയിരിക്കും ആൻസർ വരുന്നത്. ഇവിടുത്തെ ചിഹ്നം പോസിറ്റീവ് ആയതിനാൽ ഇവിടുത്തെ ആൻസർ വരുന്നത് 4 ആണ്.